ഹിന്ദി ഹബിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. तो कैसे हो आप लोग? അപ്പോൾ നമ്മൾ ഇന്ന് 8ാം ക്ലാസ്സിലെ മേരി മാ എന്ന് പറയുന്ന ഒരു ഫിൽമി ഗീതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഫിൽമി ഗീത് എന്ന് വെച്ചാൽ സിനിമാ ഗാനം. ഓക്കെ, അപ്പോൾ ഇത് താരേ ജമീൻ പർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമ ആസ്പദമാക്കിയിട്ട് എഴുതിയതാണ് ഈ കവിത. അതിലുള്ള ഒരു പാട്ടാണിത്. ഇത് എഴുതിയിരിക്കുന്നത് പ്രസൂൺ ജോഷിയാണ്. അപ്പോൾ ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ടാണ്. അപ്പോൾ ഈ സിനിമയുടെ എന്ന് വെച്ചാൽ അമീർ ഖാനാണ് നായകനായിട്ട് വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു കുട്ടിയെ കിട്ടുകയാണ്. ഐശാൻ അവസ്ഥി എന്ന് പറഞ്ഞൊരു കുട്ടിയെ കിട്ടുകയാണ്. അപ്പോൾ അവൾക്ക് ഡിസ്ലെക്സിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രോഗം ഉണ്ട്. അപ്പോൾ ചെറിയ പ്രായത്തിൽ ഇങ്ങനെ എഴുതാനും വായിക്കാനും ഒക്കെ ബുദ്ധിമുട്ടുള്ള ഒരു രോഗമാണത്. അപ്പം അങ്ങനെ ഈ രോഗം ബാധിച്ചിരുന്ന ആ കുട്ടിയെ മാതാപിതാക്കൾ ഒരു ഹോസ്റ്റലിൽ കൊണ്ടുപോയി ആക്കുകയാണ്. അപ്പോൾ കുട്ടി പാടുന്ന ഒരു പാട്ടാണിത്. അപ്പോൾ ആ അവസ്ഥയിൽ കുട്ടി പാടുന്ന ഒരു പാട്ടാണിത്. കാരണം അവൻ്റെ ഏട്ടൻ എന്ന് പറയുന്നത് നല്ല അതേ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിക്ക് നല്ല പഠിക്കാനും ഒക്കെ കഴിവുണ്ട്. സ്പോർട്സിലൊക്കെ നല്ലോണം മികച്ചു നിൽക്കുന്ന കുട്ടിയാണ്. പക്ഷേ ഈ കുട്ടിക്ക് അത്ര ഒരു ഈ ബുദ്ധിമുട്ട് കാരണം പഠിക്കാൻ പറ്റുന്നില്ല. പക്ഷെ അത് മാതാപിതാക്കൾ മനസ്സിലാക്കുന്നില്ല. അവന് നേരെ ഹോസ്റ്റലിൽ കൊണ്ടുപോയി ഇടുകയാണ്. അപ്പോൾ അങ്ങനെ അമ്മയെ കാണാൻ പറ്റാത്ത ദുഃഖത്തിൽ കുട്ടി പാടുന്ന പാട്ടാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പം മേരി മാ, എൻ്റെ അമ്മേ എന്നാണ് അർത്ഥം. അപ്പോൾ ആദ്യം ഞാനിതൊന്ന് വായിച്ച് കേൾപ്പിക്കാം. मैं कभी बदलाता नहीं पर अंधेरे से डरता हूँ मैं माँ, यूँ तो मैं दिखलाता नहीं तेरी परवाह करता हूँ मैं माँ, तुझे सब है पता है ना माँ, तुझे सब है पता मेरी माँ, भीड़ में यूँ ना छोड़ो मुझे, घर लौट के भी आना पाऊँ माँ, भेजना इतना दूर मुझको तू, याद भी तुझको आना पाऊँ माँ, क्या इतना बुरा हूँ मैं माँ, क्या इतना बुरा मेरी माँ. जब भी कभी पापा मुझे जो झूला झुलाते हैं माँ, मेरी नजर ढूंढे तुझे, सोचो यही तो आके थामेगी माँ, उनसे मैं ये कहता नहीं पर मैं सहम जाता हूँ माँ, चेहरे पे आने देता नहीं, दिल ही दिल में घबराता हूँ मैं माँ, तुझे सब है पता है ना माँ, तुझे सब है पता मेरी माँ, वो मैं कभी बदलाता नहीं पर अंधेरे से डरता हूँ मैं माँ, यूँ तो मैं दिखलाता नहीं तेरी परवाह करता हूँ मैं माँ, तुझे सब है पता है ना माँ, तुझे सब है पता मेरी माँ. അപ്പോൾ കുട്ടി പറയാണ്, മേ കബി ബദലാത്ത നെഹി, അല്ലേ? മേം എന്ന് വെച്ചാൽ ആരാണ്? ഞാൻ. കബി ഒരിക്കലും, ബദലാത്ത നെഹി പറയുന്നില്ല, അല്ലേ? ബദലാന പറയുക, ബദലാത്ത നെഹി എന്ന് പറഞ്ഞാൽ പറയുന്നില്ല. എന്താണ് പറയാത്തത്? പർ അന്ധേരെ സെ ഡർത്താ ഹൂ മേ മാ, അന്ധേരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുട്ടാണ്. പർ പക്ഷേ, അന്ധേരെ സെ ഡർത്താ ഹൂ മേ മാ, അല്ലേ? ഞാൻ എന്ത് ചെയ്യുന്നു? ഡർത്താഹു, അല്ലേ? ഡർന്നാന്ന് വെച്ചാൽ പേടിക്കുക. ഞാൻ ഇരുട്ടിനെ പേടിക്കുന്നു അമ്മേ. पर मैं अंधेरे से डरता हूँ मैं माँ, यूँ तो मैं दिखलाता नहीं, यूँ तो मैं ഞാൻ ഒരിക്കലും ഞാൻ ഇപ്പോഴും ഒരിക്കലും ദിഖ്ലാത്ത നെഹി, അല്ലേ? ദിഖ്ലാനാന്ന് വെച്ചാൽ കാണിക്കുക.
ദിഖ്ലാത്ത നെഹി എന്ന് പറഞ്ഞാല് കാണിക്കുന്നില്ല, പുറമേ കാണിക്കുന്നില്ല. തേരി പർവാഹ് കർത്താ ഹൂ മേമ. തേരി നിങ്ങളുടെ, പർവാഹ് അല്ലെ നിങ്ങളെ കുറിച്ച് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, അല്ലെ ശ്രദ്ധിക്കുക. പർവാഹ് കർണാന്ന് വെച്ചാല് ശ്രദ്ധിക്കുക. പർവാഹ് കർത്താ ഹൂ മേമ, നിങ്ങളെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടമ്മേ. ഇപ്പോൾ ഞാൻ നിങ്ങളെ കുറിച്ച് ആലോചിക്കാറുണ്ട്. അല്ലെ ഹോസ്റ്റലിൽ നിന്ന് കുട്ടി ഇങ്ങനെ അമ്മയുടെ വേർപാടിൽ പറയാണ്. തുജെ സബ് ഹേ പതാ ഹെനാ മാ. തുജെ നിങ്ങൾക്ക്, സബ് ഹേ എല്ലാം, പതാ ഹേന അല്ലെ എല്ലാം അറിയാം, മാ അമ്മേ. അല്ലെ അമ്മയ്ക്ക് ഒരു കുട്ടിയുടെ വിഷമങ്ങളും ഒക്കെ അറിയാൻ പറ്റുമല്ലോ. അതുകൊണ്ടാണ് കുട്ടി പറയുന്നത് തുജെ സബ് ഹേ പതാ ഹേന അമ്മ. അല്ലെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാലോ അമ്മ, എനിക്ക് ഇരുട്ടിന് പേടിയാണെന്നൊക്കെ അറിയാലോ. തുജെ സബ് ഹേ പതാ മേരി മാ. അല്ലെ നിങ്ങൾക്ക് എല്ലാം അറിയാം എൻ്റെ അമ്മേ. അല്ലെ പിന്നെ പറയാണ് ഭീഡ് മേ യൂ നാ ചോടോ മുജെ. ഭീഡ് മേ എന്ന് വെച്ച് കഴിഞ്ഞാല് തിരക്കിൽ, ഭീഡ് എന്ന് വെച്ചാല് തിരക്കാണ്, ആൾക്കൂട്ടം. തിരക്കിൽ ഇങ്ങനെ എന്നെ, യു നാ ചോടോ, ചോടുന്നാന്ന് വെച്ചാൽ ഉപേക്ഷിക്കുക, നാ ചോടോ എന്ന് വെച്ച് കഴിഞ്ഞാല് ഉപേക്ഷിക്കല്ലേ, മുജെ അല്ലെ എന്നെ ഉപേക്ഷിക്കല്ലേ, ഈ തിരക്കിൽ, ഈ ആൾക്കൂട്ടത്തിൽ, അറിയാത്ത ആൾക്കൂട്ടത്തിൽ എന്നെ ഇങ്ങനെ ഉപേക്ഷിക്കല്ലേ അമ്മേ. അല്ലെ ഹോസ്റ്റലിൽ അറിയാത്ത ആൾക്കാരാണ് അല്ലെ, അപ്പൊ എന്നെ ഇങ്ങനെ ഹോസ്റ്റലിൽ വിട്ട് പോവല്ലേ എന്നാണ് പറയുന്നത്. ഘർ ലൗട്ട് കെ ബി ആനാ പാവുമ. ഘർ, ഘർ എന്ന് വെച്ചാല് വീട്, ലൗട്ട് കെ അല്ലെ തിരിച്ചു വരിക, ആ നാ പാവും അല്ലെ വരാൻ കഴിയില്ല, മാ അമ്മേ. എനിക്ക് ഈ തിരക്ക് ഇവിടുന്ന് എങ്ങനെയാണ് വീട്ടിലേക്ക് തിരിച്ചു വരേണ്ടതെന്ന് പോലും അറിയില്ല. ബേജിന ഇത്തന ദൂർ മുജ്കോ തു. ബേജിന അല്ലെ അയക്കാതിരിക്കൂ, അല്ലെ അയക്കാതിരിക്കൂ അല്ലെങ്കിൽ പറഞ്ഞയക്കാതിരിക്കൂ അല്ലെ. ഇത്തന ദൂർ ഇത്രയും ദൂരത്തേക്ക്, മുജ്കോ തു അല്ലെ എന്നെ നിങ്ങൾ ഇത്രയും ദൂരത്തേക്ക് പറഞ്ഞേക്കാതിരിക്കൂ. ഇത്തന ദൂർ മത് ബേജോ മുജെ. അല്ലെ യാദ് ബി തുജ്കോ ആനാ പാവുമാ. യാദ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഓർമ്മയാണ് അല്ലെ, ഓർമ്മയിൽ പോലും, തുജ്കോ അല്ലെ നിങ്ങളെ, ആനാ പാവുമ്മ അല്ലെ അമ്മ ഓർമ്മകളിൽ പോലും ഉണ്ടാവാതെ ആയിപ്പോവും. അതുകൊണ്ട് ഇത്രയും ദൂരെ എന്നെ പറഞ്ഞയക്കരുതേ. ക്യാ ഇത്തന ബുരാ ഹൂ മേമ. കുട്ടി ചോദിക്കുകയാണ് ക്യാ എന്താ, ഇത്തന ബുര ഇത്രയും, ബുര എന്ന് വെച്ചാല് മോശം എന്നാണ് അർത്ഥം. ഇത്തന ബുര എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത്രയും മോശമാണോ അമ്മേ ഞാൻ, അല്ലെ ക്യാ ഇത്തന ബുരാ ഹൂ മേമ, ഇത്രയും മോശമായിട്ടുള്ള ഒരു കുട്ടിയാണോ ഞാൻ. ക്യാ ഇത്തന ബുര മേരി മാ. പിന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുകയാണ് ഇത്രയും മോശമാണോ എൻ്റെ അമ്മേ ഞാൻ, അല്ലെ ചോദിക്കാണ്. കുട്ടി വിചാരിക്കാണ് കുട്ടി എന്തോ മോശമായത് കൊണ്ടാണ് കുട്ടിയെ പറഞ്ഞയച്ചിരിക്കുന്നത്. ജബ് ബി കഭി പാപ്പ മുജെ. ജബ് ബി എപ്പോഴൊക്കെയാണ്, ജബ് എന്ന് വെച്ചാൽ എപ്പോഴാണ്, തബ് എന്ന് വെച്ചാൽ അപ്പോൾ. അപ്പോൾ ജബ് ബി എപ്പോഴൊക്കെയാണോ, കഭി പലപ്പോഴും, പാപ്പ മുജെ അച്ഛൻ എന്നെ എന്ത് ചെയ്യുന്നു, ജോ ജോർ സെ ജൂല ജുലാത്തെ ഹേ മാ. ജോർ സെ എന്ന് വെച്ചാൽ ശക്തിയായിട്ട്, ജൂല എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അർത്ഥം, ഊഞ്ഞാലാണ്. ജൂല ജുലാത്തെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഊഞ്ഞാലാട്ടുക അല്ലെ, ഊഞ്ഞാലിനാണ് ജൂല എന്ന് പറയുന്നത്. ജൂല ജുലാന എന്ന് വെച്ചാല് ഊഞ്ഞാലാട്ടുക അല്ലെ. ജോർ സെ ജൂല ജുലാത്തെ ഹേ മാ. അച്ഛൻ എന്നെ എന്ത് ചെയ്യും, ശക്തിയായിട്ട് ഇങ്ങനെ ഊഞ്ഞാലാട്ടുന്ന സമയത്ത് എനിക്ക് പേടി തോന്നും. മെരി നസർ ഡൂണ്ടേ തുജെ. എന്റെ കണ്ണുകൾ ആരെയാണ് തിരയുന്നത്, ഡൂണ്ടെന്ന് വെച്ചാൽ തിരയുക അല്ലെ, തിരയുക അല്ലെ. നസർ അല്ലെ എന്റെ കണ്ണുകൾ ആരെ തിരയുന്നു, അമ്മയെ ഇങ്ങനെ തിരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. സോച്ചു യഹി തു ആകെ ധാമേഗി മാ. സോച്ചു എന്നിട്ട് ഞാൻ ആലോചിക്കും, യഹി തു ആകെ അമ്മ ഇവിടെ വന്നിട്ട് അല്ലെ, യഹി ഇവിടെ വന്നിട്ട്, ധാമേഗി മാ ആ അമ്മ എൻ്റെ കൈ പിടിക്കുമെന്ന്. ധാമേഗി എന്ന് വെച്ചാൽ പിടിക്കുക, പിടിക്കും എന്നുള്ള അർത്ഥം അല്ലെ, കൈ പിടിക്കും എന്ന് ഞാൻ വിചാരിക്കും. ഉൻസെ മേ
യേ കഹത്താ നഹി ഉൻസെ ആരോടാണ്? അച്ഛനോട് അല്ലെ. അച്ഛനോട് ഞാൻ എന്ത് ചെയ്യുന്നില്ല ഈ കാര്യം യേ കഹത്താ നഹി ഞാൻ പറയില്ല അല്ലേ. അച്ഛന് വഴക്ക് പറയുമോന്ന് എനിക്ക് പേടിയാണ്. അതുകൊണ്ട് അച്ഛനോട് ഈ കാര്യങ്ങളൊന്നും ഞാൻ പറയാറില്ല അമ്മേ. പർ മേ സഹം ജാത്താ ഹൂ മേ മാ അല്ലെ. ഞാൻ എന്ത് ചെയ്യുന്നു? സഹം ജാത്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ്? സഹിക്കുന്നു. സഹന എന്ന് വെച്ചാൽ സഹിക്കുക. സഹിക്കുന്നു. ഇതൊക്കെ പേടിയാണെങ്കിൽ പോലും ഊഞ്ഞാലാട്ടുമ്പോ എന്താണ്? അച്ഛനോട് ഞാൻ പറയില്ല എനിക്ക് പേടിയാണെന്ന്. ചെഹരെ പേ ആനെ ദേത്താ നെഹി. ചെഹര എന്ന് വെച്ചാല് മുഖാണ്, ഫേസ്. മുഖത്ത് എന്ത് ചെയ്യുന്നില്ല? ആനെ ദേത്താ നെഹി വരാൻ അനുവദിക്കുന്നില്ല. ദിൽ ഹി ദിൽ മേ ഘബരാത്താ ഹൂ മാ അല്ലെ. ദിൽ ഹി ദിൽ എന്ന് വെച്ചാല് ഉള്ളിന്റെ ഉള്ളില്, മനസ്സില് എന്താണ്? മേ ഘബരാത്താഹു അല്ലെ. ഘബരാന്ന് വെച്ചാല് പേടിക്കുക അല്ലെ. പേടിക്കുന്നു. ഉള്ളിന്റെ ഉള്ളിൽ ഞാൻ പേടിക്കുന്നുണ്ട് അമ്മേ അല്ലെ. ദിൽ ഹി ദിൽ മേ ഘബരാത്താഹു മാ ചെഹരെ പെ ആനെ ദേത്താ നെഹി അല്ലെ. പക്ഷെ അത് മുഖത്ത് കാണിക്കുന്നില്ല. തുജെ സബ് ഹേ പത്താ ഹേ നാ മാ അല്ലെ. നിങ്ങൾക്കെല്ലാം അറിയില്ലേ അമ്മേ. തുജെ സബ് ഹേ പത്താ മേരി മാ അമ്മേ നിങ്ങൾക്കെല്ലാം അറിയില്ലേ എൻ്റെ അമ്മയെന്ന് ചോദിക്കാം. ഓ മേ കബി ബദ്ലാത്ത നെഹി. പിന്നെയും പറയാണ് അലൈസന്, ഞാൻ ഒരിക്കലും പുറത്ത് പറയുന്നില്ല. പർ അന്ധേരെ സെ ഡർത്താ ഹൂ മേ മാ ഞാൻ ഇരുട്ടിനെ പേടിക്കുന്നു അമ്മേ. യൂ തു മേ ദിഖ്ലാത്ത നെഹി ഞാൻ പുറത്ത് കാണിക്കുന്നില്ല ഇപ്പോഴൊന്നും. തേരി പർവാഹ് കർത്താ ഹൂ മേ മാ പക്ഷെ നിങ്ങളെ കുറിച്ച് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട്, ആലോചിക്കുന്നുണ്ട് എൻ്റെ അമ്മ. തുജെ സബ് ഹേ പത്താ ഹേ നാ മാ നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ അമ്മേ. തുജെ സബ് ഹേ പത്താ ഹേ മേരി മാ എൻ്റെ അമ്മേ നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ എന്നാണ് കുട്ടി പറയുന്നത്.